ഗൈസ്, ടൈറ്റിലുള്ള പോലെ ഇന്നത്തെ വീഡിയോ ഇസ് എ ട്രാവൽ വ്ളോഗ് ടു തായ്ലൻഡ്. ഒറ്റയ്ക്കല്ല കേട്ടോ, ഗ്രൂപ്പ് ട്രിപ്പാണ് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട്. അതിൽ 2 പേരെ നമ്മൾ പൊക്കി. ഇപ്പം നമ്മൾ ഷാർജ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആൻഡ് ബാക്കിയുള്ള 2 ഫ്രണ്ട്സും നമ്മൾ അവിടെ വെച്ച് കാണും. അങ്ങനെ ചെക്കിന് ഇമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പോയ സ്ഥലമാണ് ഫില്ലി കാഫേ. അവിടെ 2 ചായയും കോഫിയൊക്കെ കുടിച്ച് ചില്ലാക്കി കുറച്ചേരം ഇരുന്നപ്പോഴാണ് ഓർത്തെ നമുക്കൊരു റീല് പിടിച്ചാലോ. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എങ്ങനെയോ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ മുഖത്ത് നോക്കാതെ വേഗം പ്ലെയിനിൽ കയറി ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴാ തായ്ലൻഡ് എത്തിന്ന് ലാൻഡ് ചെയ്തപ്പോ അല്ല കേട്ടോ, ഇത് കേട്ടപ്പോഴാ അറിഞ്ഞ. പിന്നെ ഞങ്ങൾ 7-Eleven നിർത്തി സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഒരു തായ് മിൽക്ക് ടീ ഓർഡർ ചെയ്തു, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ. പിന്നെ ഇത് ജലത്തിന്റെ ഫേവറേറ്റ് ഡ്രിങ്കാ, ആളാണ് ഓർഡർ ചെയ്തത്. നമുക്കൊരു ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. വെറുതെ അല്ല, എല്ലായിടത്തും അച്ചുകൊണ്ട് കൈ എത്രന്ന് പറഞ്ഞ ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. കുറച്ചും കൂടി മതിയല്ലോ. ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് എടുത്തു, കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യം പോയ സ്ഥലമായിരുന്നു സെൻട്രൽ ഫുക്കറ്റ്. ഇവിടെ ഒരു വൈഡ് സ്പ്രെഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഒരു പാസ്ത കഴിച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് പിന്നെയും കഴിക്കാൻ പറ്റി. ഇറ്റ്സ് സോ ഗുഡ്. ഇറ്റ്സ് കോൾഡ് ദ ക്രീമി ട്രഫിൾ മഷ്റൂം പാസ്ത. ഇറ്റ് വാസ് അമേസിങ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലാണ്. അവിടുത്തെ യുണീക്ക് സ്നാക്സ് എല്ലാം കണ്ട് നമ്മളൊരു വഴിയായി. അന്നത്തെ ഈ ഓറിയോ സ്പേസ് ഡങ്ക് ഒരു രക്ഷയില്ല, നെക്സ്റ്റ് ലെവൽ. പിന്നെ അവിടെ റോബോട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ അടുത്ത് സ്നാക്സ് വേണമെന്ന് ചോദിക്കാൻ. ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങാൻ സമയമായി. അപ്പോഴാണ് ഫുക്കറ്റ് എന്ന് പറഞ്ഞൊരു സൈൻ കണ്ടത്. മിനിമം 2-3 ഫോട്ടോ എടുക്കണ്ടേ. പിന്നെ നമ്മൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നേരെ എയർബിഎൻബിക്ക് വിട്ടു. കാരണം 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ. ഈ എയർബിഎൻബി കാണാൻ അടിപൊളിയായിരുന്നു. നല്ല ലിവിങ് റൂം സ്പേസും കിച്ചൺ സ്പേസും ഉണ്ടായിരുന്നു. ഇൻഡോർ പൂൾ നമുക്കെല്ലാവർക്കും യൂസ് ചെയ്യാൻ. അത് നമ്മളധികം യൂസ് ചെയ്തില്ല, അത് വേറെ കാര്യം. റൂമിലെത്തിയത് എനിക്ക് ഓർമ്മയുള്ളൂ, എല്ലാവരും കയറി ഉറങ്ങി, കാരണം അത്രയും ടയർഡായിരുന്നു അന്ന്. അങ്ങനെ ക്ഷീണമൊക്കെ മാറ്റി ഒരു രാത്രിയായപ്പോൾ ഞങ്ങൾ പട്ടോങ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ആദ്യം കയറിയത് ഫുഡ് കഴിക്കാനാട്ടോ, കാരണം നല്ല മഴയായിരുന്നു പുറത്ത്, ഇറങ്ങാൻ പറ്റില്ല. മഴയൊക്കെ അങ്ങോട്ട് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പട്ടോങ് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. കുറച്ച് നേരം അവിടെ നടന്നു. പക്ഷെ എല്ലാവരും നല്ല ടയർഡായിരുന്നു ട്രാവലിംഗ് കാരണം. അപ്പോൾ ഡേ 1 നമ്മൾ അങ്ങനെ ഐശ്വര്യമായിട്ട് അവസാനിപ്പിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കാഫെ ഡിലൈറ്റിൽ കയറി. ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്സ് ഹിയർ ഇൻ തായ്ലൻഡ്. പിന്നെ ഇവിടെ ഫുഡിന് വേണ്ടി ബെല്ലടിച്ചാൽ മതി കേട്ടോ. അത് അറിഞ്ഞോടെ നമ്മളൊന്നും നോക്കിയില്ല. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. അടുത്ത നമ്മുടെ പ്ലാൻ ഷോപ്പിംഗ് ആയിരുന്നു. ആദ്യം നമ്മൾ കയറിയത് ഈ ഒരു ആൻറ്റീക് ഷോപ്പിലാണ്. ഇവിടെ കുറേ ഹാൻഡ് മെയ്ഡ് സുവിനിയേഴ്സും ഓർണമെന്റ്സും സ്കൾപ്ചേഴ്സും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു.
Energy farm is felt. I don't know, but this അടുത്ത് നമ്മൾ ഈ ആൻറ്റിക് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഓൾഡ് ടൗൺ ഫുക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. പിന്നെ ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അത് കാരണം നല്ലൊരു വൈബായിരുന്നു. ഈ building കണ്ടോ? ഇന്ന് ഫുള്ള് ഞങ്ങൾ ഓൾഡ് ടൗണിലായിരുന്നു, സൈറ്റ് സീയിങ്ങും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട്. പിന്നെ ഈ ഓൾഡ് ടൗൺ നല്ല ക്രൗഡഡ് ആയി തുടങ്ങി. പിന്നെ നമ്മളും നല്ല ടയർഡായിരുന്നു, അത് കാരണം തിരിച്ച് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം നാളെ നമുക്ക് റിയലി സ്പെഷ്യൽ ഡേ ആണ്, നമ്മൾ കോഹ് സാമുയിക്ക് വിടുകയാണ്. അപ്പോൾ നേരത്തെ കിടക്കണം. അങ്ങനെ എങ്ങനെയോ ഞങ്ങളെല്ലാം 6 മണിക്ക് എണീറ്റ് ബസ് സ്റ്റേഷനിലേക്ക് വിട്ടു. 8 മണിക്കാണ് ബസ്. ഈ ബസ്സും കൂടാതെ ബോട്ട് റൈഡും കൂടി ഉണ്ട് കോഹ് സാമുയിക്ക് എത്താൻ. അപ്പോൾ ഏകദേശം 7 to 8 hours ആണ് ട്രാവൽ ടൈം. ബസ് സ്റ്റേഷനിൽ 1 hour വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ബട്ട് എനിക്ക് ഒരു മടുപ്പൊന്നും തോന്നിയില്ല, കാരണം അവിടുത്തെ ഒരു വ്യൂവും ആ നേച്ചറും എല്ലാം നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ see you guys in part 2 in Koh Samui.